ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻഫാലിൻ്റെ വിശദീകരണം നാം പൂർത്തിയാക്കുകയുണ്ടായി. അടുത്തതായ സൂറത്തു തൗബയാണ്. പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം. ഇത് മദനിയായ സൂറത്താണ്, അഥവാ ഹിജ്റക്ക് ശേഷം അവതരിച്ചതായ സൂറത്താണ്. 129 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഏകദേശം സൂറത്ത് അൻഫാലിൻ്റെ അതേ ചർച്ചാ വിഷയം തന്നെയാണ് ഈ സൂറത്തിൻ്റെയും ചർച്ചാ വിഷയം. സൂറത്തുൽ അൻഫാലിൽ മക്ക മുശ്രിക്കീങ്ങൾ, ബദർ പോരാട്ടത്തിൻ്റെ ചില നിയമങ്ങൾ, സന്ധിയിൽ കഴിയുന്നവരുമായുള്ള നിയമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു നാം മനസ്സിലാക്കിയത്. ഈ ഒരു സൂറത്തിലും ചില പോരാട്ടങ്ങളെ പറ്റിയും അതുപോലെ മുസ്ലിമീങ്ങളോട് കരാർ ലംഘിച്ചവരെ പറ്റിയും മക്ക മുശ്രിക്കീങ്ങളെ പറ്റിയും എല്ലാം തന്നെയാണ് പറയുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, മക്കക്കാരോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ അവസാനിപ്പിച്ച കാര്യം, മക്ക വിജയം, ഹുനൈൻ പോരാട്ടം, തബൂക്ക് പോരാട്ടം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ സൂറത്തിന് സൂറത്തു തൗബ എന്നും അതുപോലെ സൂറത്തു ബറാഅത്ത് എന്നും പേരുണ്ട്. ഈ രണ്ട് പേരും ഈ സൂറത്തിനുണ്ട്. ഇതിന് ബറാഅത്ത് എന്ന് പേര് വരാനുള്ള കാരണം, ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളിൽ നിന്നും ഒഴിവാണെന്ന കാര്യം അറിയിച്ചിരുന്നുണ്ട്. അതുകൊണ്ടാണ് ബറാഅത്ത് എന്ന പേര് ഈ സൂറത്തിന് വരാനുള്ള കാരണം. ബറാഅത്ത് എന്ന വാക്കുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നതും. ഈ സൂറത്തിന് തൗബ എന്ന് പേര് വരാനുള്ള കാരണം, ചില പ്രത്യേക തൗബകൾ, പശ്ചാത്താപങ്ങൾ അല്ലാഹു തആല മുസ്ലിമീങ്ങളിൽ നിന്നും സ്വീകരിച്ചതായ കാര്യം ഈ സൂറത്തിൽ പറയുന്നുണ്ട്. ആ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൂറത്തിന് തൗബ എന്ന് പേര് വരാനുള്ള കാരണം. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, മറ്റു സൂറത്തുകളെ പോലെ ഈ സൂറത്തിന് ബിസ്മി ആരംഭത്തിലില്ല. മറ്റെല്ലാ സൂറത്ത് ആരംഭിക്കുമ്പോഴും ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്ത സൂറത്ത് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതാറുണ്ട്. അതുപോലെ ഓരോ സൂറത്ത് ആരംഭിക്കുമ്പോഴും ബിസ്മി പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ സൂറത്തു തൗബയുടെ ആരംഭത്തിൽ ബിസ്മി രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ പറ്റുന്നതല്ല, ബിസ്മി ഓതുന്നതുമല്ല. ഇതിൻ്റെ കാരണം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നും ലഭിച്ചതായ നിർദ്ദേശപ്രകാരം സഹാബാക്കളോട് പരിശുദ്ധ ഖുർആൻ്റെ ഘടന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ആയത്തിന് ശേഷം ഏത് ആയത്ത് വരണം, ഇതെല്ലാം അള്ളാഹുവിൽ നിന്നും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുതന്നെയാണ് സഹാബാക്കളെ കൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തിപ്പിച്ചതും. എന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്തിന് മുമ്പ് ബിസ്മി അല്ലാഹു തആല രേഖപ്പെടുത്താൻ കൽപ്പിക്കുകയോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബക്ക് മുമ്പ് ബിസ്മി സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടോ ഇല്ല. ഇതിൻ്റെ കാരണമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഒന്നെങ്കിൽ അത് സൂറത്തുൽ അൻഫാലിൻ്റെ ബാക്കി തന്നെ ആയതുകൊണ്ടാണ്. സൂറത്തുൽ അൻഫാലിൻ്റെ അതേ വിഷയങ്ങളാണ് സൂറത്തു തൗബയിലുമുള്ളത്. അതുകൊണ്ട് സൂറത്തുൽ അൻഫാലിൻ്റെ ബാക്കി തന്നെ ആയിരിക്കാം തൗബ. അതുകൊണ്ട് ഒറ്റൊരു സൂറത്ത് എന്ന രീതിയിൽ ബറാഅത്ത്, തൗബ എന്ന സൂറത്തിന് ബിസ്മി നൽകപ്പെടാത്തതാണ്. മറ്റൊരു അഭിപ്രായം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സൂറത്തു തൗബയുടെ ആരംഭം തന്നെ മുസ്ലിമീങ്ങളോട് നിരന്തരമായി കരാർ ലംഘിക്കുന്ന മക്കക്കാരുടെ മേൽ ശക്തമായ ആക്ഷേപത്തോടു കൂടിയും ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ട് നിരന്തരമായി കരാർ ലംഘിക്കുന്ന ഈ മക്കക്കാരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു കരുണയുമില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കരുണയുടെ പദമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പദം സൂറത്തു തൗബയിൽ നൽകാത്തത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് സൂറത്തു തൗബക്ക് ബിസ്മി വരാത്തതെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഈ സൂറത്തിൻ്റെ ആരംഭ ആയത്തുകളിൽ അല്ലാഹു തആല നിഷേധികളുമായുള്ള എല്ലാ കരാറും അവസാനിപ്പിച്ചു എന്ന കാര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിക്കുകയാണ്. മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം, അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും വലിയ രീതിയിൽ ആക്രമിച്ചവരാണ്. തുടക്കകാലം മുതൽ തന്നെയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അവർ ആക്രമിക്കുകയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ അക്രമം സഹിക്കാനാവാതെ മക്ക ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരെ വന്നു. സ്വന്തം നാട് ഉപേക്ഷിച്ച് മദീനയിലോട്ട് മുസ്ലിമീങ്ങൾ പലായനം ചെയ്തു. മദീനയിലെത്തിയതിന് ശേഷവും മക്ക മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങളുടെ പിന്നിൽ തന്നെയായിരുന്നു.
പല രീതിയിലും മുസ്ലിമീങ്ങളെ ആക്രമിക്കാനും മുസ്ലിമീങ്ങൾക്കെതിരെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ പയറ്റാനുമുള്ള ഒരു അവസരവും അവർ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. എല്ലാ സന്ദർഭത്തിലും മുസ്ലിമീങ്ങളെ ആക്രമിക്കുക, അവരെ നശിപ്പിക്കുക, ഇല്ലാതെയാക്കുക എന്ന ഒരേയൊരു ചിന്തയായിരുന്നു മുശ്രിക്കീങ്ങൾക്ക്, നിഷേധികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം മുസ്ലിമീങ്ങളുമായുള്ള കരാർ അവർ ലംഘിച്ചിരുന്നു. അവരുടെ കരാർ ലംഘനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹുദൈബിയ സന്ധി എന്നുള്ളത്. കാരണം മുസ്ലിമീങ്ങളും മക്കയിലെ നിഷേധികളും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. ഖുറൈശികൾ ഹിജ്റ 6-ാം വർഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉംറക്കായി മക്കയിൽ വന്നപ്പോൾ മക്കയുടെ പുറത്ത് ഹുദൈബിയയിൽ വെച്ച് മുസ്ലിമീങ്ങളെ തടയുകയും അവരെ ഈ വർഷം ഉംറ ചെയ്യാൻ സമ്മതിക്കുകയില്ല എന്ന് അവർ പറയുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ അവിടെ വെച്ച് ഒരു ഉടമ്പടി ഉണ്ടായി, ഒരു സന്ധി ഉടമ്പടി ഉണ്ടായി. അഥവാ മക്കക്കാരും മുസ്ലിമീങ്ങളും ഇനി യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉടമ്പടി ഉണ്ടായി. പല മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമായ ഉടമ്പടികളും ആ കരാറിലുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതികൂലമായ തീരുമാനങ്ങൾ പോലും അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ആ ഒരു കരാറിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 10 വർഷത്തേക്ക് ഇനി ഒരിക്കലും മുസ്ലിമീങ്ങളും നിഷേധികളും തമ്മിൽ പോരാട്ടം ഉണ്ടാവുകയില്ല എന്ന കാര്യം. 10 വർഷക്കാലം ഖുറൈശികളും മുസ്ലിമീങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നതല്ല. ഏറ്റുമുട്ടുകയില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ഇവർക്കെതിരായി സഹായിക്കുന്നതുമല്ല. ആരെങ്കിലും ഖുറൈശികളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ആ ഗോത്രത്തെ മുസ്ലിമീങ്ങൾ സഹായിക്കാൻ പാടില്ല. ആരെങ്കിലും മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഖുറൈശികൾ ആ ഗോത്രത്തെ സഹായിക്കാൻ പാടില്ല. മക്കയിൽ ഖുറൈശികൾ മാത്രമല്ല, ധാരാളം ഗോത്രങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ഗോത്രക്കാർക്കും ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗവുമായി, ഒന്നെങ്കിൽ ഖുറൈശികളുമായി അല്ലെങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഖ്യത്തിലാകാനുള്ള അനുവാദമുണ്ടായിരുന്നു. മക്കയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മറ്റു 2 ഗോത്രമാണ്, ഒന്ന് ഖുസാ ഗോത്രവും 2 ബനു ബക്കർ എന്ന് പറയുന്ന ഗോത്രവും. ബനു ബക്കർ എന്ന് പറയുന്ന ഗോത്രം ഖുറൈശികളുമായി സഖ്യമുണ്ടാക്കി. ഖുസാ എന്ന് പറയുന്ന ഗോത്രം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഖ്യമുണ്ടാക്കി. അഥവാ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്രകാരം ആക്രമിക്കാൻ പാടില്ലയോ അതുപോലെ ഖുസാഅക്കാരെയും ഖുറൈശികളുമായി സഖ്യമുണ്ടാക്കി ഗോത്രക്കാർക്കോ ആക്രമിക്കാൻ പാടില്ല. അതുപോലെ ഖുറൈശികളുമായി സഖ്യമുണ്ടാക്കിയ ഗോത്രക്കാരുമായോ അഥവാ ബനു ബക്കറുമായോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖ്യക്കാർക്കോ പോരാടാൻ പാടില്ല. ഇതായിരുന്നു അവരുടെ ഉടമ്പടി എന്നുള്ളത്. മുസ്ലിമീങ്ങൾ പൂർണ്ണമായി അവരുടെ കരാർ പാലിക്കുകയുണ്ടായി. എന്നാൽ ഖുറൈശികൾ, മക്ക നിഷേധികൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കരാർ പൂർത്തീകരിക്കാൻ തയ്യാറായില്ല. ചില മാസങ്ങൾക്ക് ശേഷം ബനു ബക്കർ ഗോത്രക്കാർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖ്യത്തിലുള്ള ഖുസാ ഗോത്രക്കാരുമായി പോരാടാൻ തീരുമാനിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ഇതിന് പൂർണ്ണമായി ഖുറൈശികളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധിയിലുണ്ടായ കരാർ അനുസരിച്ച് ഇവർ ചെയ്തത് വലിയ തെറ്റാണ്. ഈ ഒരു കാര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ഇങ്ങോട്ട് കരാർ ലംഘിച്ചതുകൊണ്ട് തന്നെ ആ കരാറിന് പിന്നെ യാതൊരു പ്രസക്തിയുമില്ല. തിരിച്ച് മുസ്ലിമീങ്ങൾക്കും അവരെ ഏറ്റുമുട്ടാവുന്നതാണ്. എന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരമറിഞ്ഞപ്പോൾ മൗനം പാലിച്ചു. മക്ക മുശ്രിക്കീങ്ങൾക്ക് വലിയ ഭയം ഇത് കാരണമായി ഉണ്ടായി. കാരണം പല പോരാട്ടങ്ങളും മുസ്ലിമീങ്ങളുമായി അവർ നടത്തിയിട്ടുണ്ട്. ബദർ യുദ്ധം മുതൽ പല പോരാട്ടങ്ങളും മുസ്ലിമീങ്ങളുമായി അവർ നടത്തിയിട്ടുണ്ട്. എല്ലാ പോരാട്ടങ്ങളിലും അള്ളാഹുവിൽ നിന്നും മുസ്ലിമീങ്ങൾക്കുള്ള അദൃശ്യമായ സഹായവും മുസ്ലിമീങ്ങളുടെ വിജയവും നിഷേധികളുടെ പരാജയവും അവർ അനുഭവിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഈയൊരു ലംഘനം കാണിച്ചതുകൊണ്ട് മുസ്ലിമീങ്ങൾ മക്കക്കാരെ ആക്രമിക്കുമോ, മക്കക്കാർക്കെതിരെ പോരാടുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അവർ പല രീതിയിലും പോരാട്ടത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും വലിയൊരു കരാർ ലംഘനം ഉണ്ടായതുകൊണ്ട് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 8-ാം വർഷം റമദാൻ മാസം സഹാബത്തിൻ്റെ വലിയൊരു സൈന്യവുമായി മക്കയിൽ പ്രവേശിക്കുകയും മക്കയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ മക്ക എന്നുള്ളത് ആ ദിവസത്തോടുകൂടി മുസ്ലിമീങ്ങളുടെ നാടായി മാറി. അതാണ് മക്കം ഫതഹ്, മക്ക വിജയം എന്ന് പറയുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മുസ്ലിമീങ്ങളോ ഒരിക്കലും മക്കയിൽ പ്രവേശിച്ചുകൊണ്ട് മക്കയെ കീഴടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. നേരെ മറിച്ച് നിഷേധികളിൽ നിന്നും ഇങ്ങനെയൊരു വഞ്ചന ഉണ്ടായതുകൊണ്ട്
അവരിൽ കരാറിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ അവരെ വഞ്ചിച്ചതുകൊണ്ടും കരാർ ലംഘിച്ചതുകൊണ്ടും ഈ ഒരു വലിയൊരു വഞ്ചന കാരണമായി മുസ്ലിമീങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യേണ്ടി വന്നതാണ്. അവർ മക്കയിൽ പ്രവേശിക്കുകയും മക്കയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അന്നു മുതൽ മക്ക എന്നുള്ളതും മക്കയുടെ പരിസരത്തുള്ള മക്കയുടെ പരിധികളും മുസ്ലിമീങ്ങളുടെ കീഴിലായി. മക്ക എന്നുള്ളത് പരിശുദ്ധമായ കഅബ നിലകൊള്ളുന്ന നാടാണ്. പ്രധാനപ്പെട്ട ഹജ്ജ് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിഷേധ മാലിന്യങ്ങളിൽ നിന്നും പരിശുദ്ധമായ മക്കയെ ശുദ്ധമാക്കുക എന്നുള്ളത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ച കാര്യമായിരുന്നു. മക്കയും മക്കയുടെ പരിധിയും അത് എപ്പോഴും പവിത്രമായിരിക്കണം. അതുകൊണ്ട് തന്നെ നിഷേധത്തിൻ്റെ ഒരു പ്രവർത്തനവും അവിടെ നടക്കാൻ പാടില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല പ്രാവശ്യം വഞ്ചിച്ചതായ നിഷേധികൾ വീണ്ടും വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയെ നിഷേധത്തിൽ നിന്നും നിഷേധികളിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ച കാര്യമാണ്. നിഷേധികളിൽ നിന്നും ഇങ്ങനെയുള്ള വലിയൊരു വഞ്ചന ഉണ്ടായതുകൊണ്ട് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായുള്ള എല്ലാ കരാറിനെയും ഒഴിവാക്കുകയുണ്ടായി. ആ ഒരു കാര്യത്തെയാണ് ഈ സൂറത്തിൻ്റെ ആരംഭ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.